കാസർഗോഡിലേക്ക് വീണ്ടും കുമ്പളയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യമായി നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. ലൈവ് അർച്ചനയുണ്ട് വിവരങ്ങളുമായി. അർച്ചന, ഇപ്പോൾ ഫലസ്തീൻ അനുകൂലമായി ഇപ്പോൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് BJP പ്രതിഷേധക്കാർ പറയുന്നത്? സ്മൃതി, അത് തന്നെയാണ് ഏറെ നാളത്തെ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ ഇതാ ഈ ഒരു അവതരണം നടന്നിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് അവതരണം നടന്നത്. പിന്നാലെയാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മുദ്രാവാക്യം ഉയർത്തിയാണ് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഈ ഒരു പരിപാടി കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്നത് അധ്യാപകർക്കെതിരെയുള്ള നീക്കം, അതായത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം അധ്യാപകർക്കെതിരെ പറഞ്ഞു ഫലസ്തീന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ വെറുതെ ക്രൂശിക്കുകയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് BJP പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ അധ്യാപകർ മറ്റൊന്നും ചെയ്തിട്ടില്ല, മാനുവൽ പ്രകാരം മാത്രമാണ് അവർ അത്തരത്തിലൊരു നിലപാടെടുത്തത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്കൂളിന് മുന്നിൽ, കവാടത്തിന് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നു. മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവരുടെ പ്രതിഷേധങ്ങളും. സ്മൃതി, പ്രതിഷേധക്കാരുടെ പ്രതികരണം എടുക്കാമോ? എന്തിനാണോ പ്രതിഷേധമെന്ന് അറിയാമായിരുന്നു. സ്മൃതി, തീർച്ചയായും പ്രതിഷേധങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ചേട്ടാ, നമ്മൾ പറയുന്നത് മൈമ് ചെയ്യുന്നതിന് വിരോധമല്ല, പക്ഷെ പാലസ്തീന്റെ കൊടി ഉയർത്താൻ പാടില്ല. കേരള സർക്കാർ കഴിഞ്ഞ ദിവസം ഓണത്തിന് സിന്ദൂരിന്റെ പൂക്കളിട്ടതിന് കേസെടുത്തിട്ടുണ്ട്. ഇതൊക്കെ രാജ്യദ്രോഹമാണ്. പാലസ്തീന്റെ മുദ്രാവാക്യം വിളിക്കുക, രാജ്യത്തിന്റെ കൊടി ആ ഒരു ഉദ്ദേശത്തോടാണ് ചെയ്യുന്നുള്ളത്. ഇതൊരു അക്രമ രാഷ്ട്രീയമാണ് ഇവർ ചെയ്യുന്നത്. MSFും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ CPM, LDF, UDF ഒക്കെ ചെയ്യുന്നുള്ളത് അക്രമ രാഷ്ട്രീയമാണ്. പിള്ളേരെ മുകളിൽ ഒരു രാഷ്ട്രീയ കയറ്റി കൊടുക്കുന്നതാണ്. ഇത് രാജ്യവിരുദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഏത് തരത്തിലും പാലസ്തീന്റെ ഒരു കൊടിയും കാണിക്കാൻ പാടില്ല. മൈം ചെയ്യുന്നതിന് വിരോധമില്ല, പക്ഷെ പാലസ്തീന്റെ കൊടി ഏത് കാരണവശാലും കാണിക്കാൻ പാടില്ല. മിനിസ്റ്റർ കൂടി പറയുന്നുണ്ട് ചെയ്യണം. എന്തിനാണ് ചെയ്യുന്നത്? ഓണത്തിന് കേസെടുത്തില്ലേ? അതുപോലെ തന്നെ ഈ പിള്ളേർക്കും ഇതിന്റെ കൂടെ കൂട്ടു നിൽക്കുന്ന നേതാക്കന്മാർ കേസ് അല്ല. കഴിഞ്ഞ ദിവസം മൈമിൽ ഇത് തന്നെ കാണിച്ചത്. അവര് സ്ക്രീന് താഴ്ക്കുന്ന സമയത്താണ് അവര് പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ആ കൊടി കാണിച്ചിട്ടുള്ളത്. നമ്മൾക്ക് കാണാം, പ്രീ പ്ലാൻഡ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം മൈമിൽ കൊടി കാണിച്ചത്. കറക്റ്റായിട്ട് നിങ്ങൾ തന്നെയല്ലേ വീഡിയോ കണ്ടത്. കുട്ടികൾക്ക് രാഷ്ട്രീയ കയറ്റിവിടാൻ പാടില്ല. പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. ആ സമയത്ത് പ്ലാൻഡ് ആയിട്ട് സ്ക്രീന് താഴ്ത്തുന്ന സമയത്താണ് ഇവർ പുറത്തുള്ള വിദ്യാർത്ഥികൾ പാലസ്തീന്റെ കൊടി തുറന്ന് കാണിക്കുന്നുള്ളത്. എങ്ങനെയാണ് അവിടെ ഉയർത്തിയിട്ടില്ല വിദ്യാർത്ഥികൾ? ഇന്ന് നിങ്ങളെ മുമ്പിൽ തന്നെ അർച്ചന പ്രതിഷേധക്കാരോട് ചോദിക്കുന്നത് ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് കാണുന്നില്ലേ എന്നുള്ളതാണ്. ഗാസയിൽ കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്നതിന് എതിരെയുള്ള പ്രതിഷേധമാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ആ മൈം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പറട്ട് ഗാസയുടെ വിഷയത്തിലല്ലോ, ഗാസയുടെ വിഷയത്തിലാണെങ്കിൽ പാലസ്തീന്റെ കൊടി എന്തിനാണ് ഉയർത്തുന്നത്? അത് പറ്റില്ലല്ലോ. അതെങ്ങനെ? അതിന് പ്രതിഷേധം കാണിക്കട്ടെ. പ്രതിഷേധമാണ്. കൊടിയില്ലാത്ത പരിപാടിക്ക് കൊടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സ്കൂളിന് പുറത്ത് കാണുന്നത്. അതിന്റെ